ഇസ്രായേലിനും പ്രധാനമന്ത്രി നെതന്യാഹുവിനും മൊത്തത്തിൽ കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നെതന്യാഹുവിനെ പിടിമുറുക്കിയതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പ്രോസ്റ്റേറ്റ് സർജറിക്ക് വിധേയനായ ശേഷം ആശുപത്രിയിൽ സുഖം പ്രാപിക്കുകയാണ് നെതന്യാഹു. അതിനൊപ്പം ഇസ്രായേലിൽ നിന്ന് വരുന്നതും സുഖമുള്ള വാർത്തകളല്ല. യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ശക്തമായ ആക്രമണം നടത്തി ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹൂതികളുടെ മിസൈൽ ആക്രമണം ഇരുഭാഗവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ തീവ്രത കൂട്ടിയിട്ടുണ്ട്. തുടർച്ചയായി ആക്രമണം നടത്തി ഇസ്രായേലിനെ വെള്ളം കുടിപ്പിക്കുകയാണ് ഹൂതികൾ. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പോലും കുഴപ്പിക്കുകയാണ് ഹൂതികളുടെ മിസൈലുകൾ. ഇസ്രായേലിൻ്റെ ആകാശത്തിലൂടെ ചീറിപ്പായുന്ന മിസൈലുകൾ ഇസ്രായേലിനെ പരിഭ്രാന്തരാക്കിയിരിക്കുന്നു. മാത്രമല്ല, അപായ സൈറൻ മുഴങ്ങുന്നതോടെ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം പ്രാപിക്കുകയാണ് ഇസ്രായേൽ ജനത. ആരോഗ്യത്തിനായി നെതന്യാഹു പോരാടുമ്പോൾ അതിജീവനത്തിനായി പോരാടുകയാണ് ജനം. ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രായേലിന് നേരെയുള്ള പോരാട്ടം ശക്തമാക്കി. യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്തുവിടുന്ന മിസൈലുകൾ ഇസ്രായേലിൻ്റെ വ്യോമമേഖലയിലൂടെ ചീറിപ്പായുകയാണ്. ഹദസ ആശുപത്രിയിൽ നിന്ന് നെതന്യാഹുവിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് ഹൂതികൾ ആക്രമണം ശക്തമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇസ്രായേൽ നഗരമായ മോദിനിൽ മിസൈൽ അവശിഷ്ടം വീണെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് IDF അന്വേഷണം നടത്തുകയാണ്. അർദ്ധരാത്രിയിൽ അപായമണി മുഴങ്ങിയതോടെ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടി. കഴിഞ്ഞ ആഴ്ചകളിൽ തുടർച്ചയായി മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുകയാണ് ഹൂതികൾ. അതിനിടെ പുതുവത്സരത്തിൽ കനത്ത ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. ഒറ്റ രാത്രിയിൽ 3 ആക്രമണങ്ങൾ നടത്തിയാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഹൂതികൾ ഞെട്ടിച്ചത്. പലസ്തീൻ 2 ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ബെൻ ഗുറിയോൺ വിമാനത്താവളമാണ്. സുൽഫിക്കർ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ജെറുസലേമിന് സമീപമുള്ള ഇസ്രായേലിൻ്റെ പവർ സ്റ്റേഷനിലേക്കാണ് ആക്രമണം നടത്തിയത്. വൈകാതെ തന്നെ ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെയും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ USS ട്രൂമാൻ കപ്പൽ ഉപയോഗിച്ച് തങ്ങളെ ആക്രമിക്കാനുള്ള പദ്ധതി അറിഞ്ഞ ഉടൻ തിരിച്ചടിക്കുകയായിരുന്നു എന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലോ അമേരിക്കയോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുമില്ല. ക്രിസ്മസ് ദിനത്തിന് ശേഷവും ഹൂതികൾ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ യമനിൽ നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിനെ US-ൻ്റെ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് തകർത്തതായി ഇസ്രായേൽ പറയുന്നു. US-ൻ്റെ പ്രധാന മിസൈൽ സംവിധാനമാണ് താഡ്. ആദ്യമായാണ് ഈ മിസൈൽ സംവിധാനം ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ഒക്ടോബറിലാണ് ഈ മിസൈൽ സംവിധാനം ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗമായത്. താഡ് സംവിധാനം മിസൈലിനെ ഫലപ്രദമായി ചേർത്തതായി ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കി. ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രായേൽ താഡ് സംവിധാനം ഉപയോഗിച്ച് തുടങ്ങിയത്. ഈ സംവിധാനത്തിന് 870 മുതൽ 3000 കിലോമീറ്റർ പരിധി വരെയുള്ള മിസൈൽ ഭീഷണികളെ കണ്ടെത്താനാവും. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ വിമാനങ്ങൾ യമൻ്റെ തലസ്ഥാനമായ സനയിലെ വിമാനത്താവളത്തിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിൻ്റെ മറുപടിയായാണ് പുതുവത്സരത്തിൽ തന്നെ ഹൂതികൾ തിരിച്ചടിച്ചത്.